വീണ ജോർജ് തോറ്റത് സ്വന്തം പെരുമാറ്റം കൊണ്ട്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM-ൽ നേതൃത്വത്തിനെതിരെ കടുത്ത ആഭ്യന്തര കലഹവും വിമർശനവും പുകയുന്നു. പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി വീണ ജോർജ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ എന്നിവർക്കെതിരെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തിയത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ചർച്ചകൾ നടക്കുന്നത്. ആറന്മുള മണ്ഡലത്തിൽ മന്ത്രി വീണ ജോർജ് പരാജയപ്പെട്ടത് അവരുടെ മോശം പെരുമാറ്റം കാരണമാണെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. പാർട്ടി പ്രവർത്തകർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ മന്ത്രി തയ്യാറായില്ലെന്നും അനാവശ്യ വിവാദങ്ങളിൽ സ്വയം പോയി തലവയ്ക്കുന്ന ശൈലിയാണ് അവരുടേതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കൂടാതെ പേരാവൂർ മണ്ഡലത്തിൽ മത്സരിക്കേണ്ടിയിരുന്നത് പിണറായി വിജയനായിരുന്നുവെന്നും വ്യക്തിപരമായ ഈഗോയുടെ പേരിൽ KK ശൈലജ ടീച്ചറെ പാർട്ടി കുരുതി കൊടുക്കുകയായിരുന്നുവെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. MP ഗോവിന്ദൻ സംരക്ഷിച്ചത് പാർട്ടിയല്ല, സ്വന്തം ഭാര്യയെ മാത്രമാണെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആക്ഷേപമുയർന്നു. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനം പാർട്ടി ഉടൻ റദ്ദാക്കണമെന്നും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്, CS സുജാത എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. CPM-ന്റെ കോട്ടയായ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലും നേതൃത്വത്തിനെതിരെ അസാധാരണപരമായ വിമർശനങ്ങളാണ് ഉയർന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദന്റെയും ശൈലി ജനങ്ങൾക്കൊട്ടും ദഹിച്ചില്ലെന്ന് യോഗം വിലയിരുത്തി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ പിണറായിയുടെ വീട്ടിൽ പോയി ചോദിക്ക് എന്ന മറുപടി ജനങ്ങളിൽ വലിയ തെറ്റായ സന്ദേശമാണ് നൽകിയത്. തങ്ങൾ മാറില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ പ്രതികരണം. ആ ചോദ്യം കേട്ടില്ലെന്ന് വെച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പമെന്ന് നേതാക്കൾ ചോദിച്ചു. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള പയ്യന്നൂരിലും തളിപ്പറമ്പിലും നേതൃത്വത്തിനുണ്ടായ അമിത ആത്മവിശ്വാസം തിരിച്ചടിയായി. PK കുഞ്ഞികൃഷ്ണനെ പോലുള്ള നേതാക്കളെ ചെറുതായി കണ്ടതും തളിപ്പറമ്പിലുണ്ടായ ഞെട്ടിക്കുന്ന വോട്ട് ചോർച്ചയും പാർട്ടിക്കുള്ളിലെ അടിയൊഴുക്കുകൾ മനസ്സിലാക്കുന്നതിൽ നേതൃത്വത്തിനുണ്ടായ പരാജയമാണ് കാണിക്കുന്നതെന്നും കണ്ണൂരിൽ വിമർശനമുയർന്നു.